ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ, ഇന്ത്യൻ സായുധ സേനകളുടെ മേധാവി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുതൽ ദ്രൗപദി മുർമു വരെ ഇന്ത്യൻ ഡെമോക്രസിയുടെ കാവലാളന്മാരായി ഇന്ത്യയെ നയിച്ച 15 രാഷ്ട്രത്തലവന്മാർ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. 1950 മുതൽ 1962 വരെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രസിഡന്റായി സേവനം. വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീക്ഷ്ണതയും കൈമുതലാക്കിയാണ് അദ്ദേഹം രാഷ്ട്രപതി പദത്തിലേക്ക് എത്തിയത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി എന്ന നിലയിൽ ജനാധിപത്യ മൂല്യങ്ങളെ ജീവിതചര്യയായി കണ്ട് രാജ്യത്തിന് സ്ഥിരതയുടെയും ഐക്യത്തിൻ്റെയും മാതൃക നൽകി. എൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് പകരം ആ ദിവസം അധ്യാപകരെ ഓർക്കുക എന്ന് ആഹ്വാനം ചെയ്ത ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ 1962 മുതൽ 1967 വരെ ഇന്ത്യയെ നയിച്ച രണ്ടാമത്തെ രാഷ്ട്രപതി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആദരിച്ചു പോരുന്നു. വെറും 29ാമത്തെ വയസ്സിൽ ജാമിയ മില്ലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെയും പിന്നീട് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലർ പദവിയിലെത്തുക. അതിനുശേഷം 1967 മുതൽ 69 വരെ ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യയുടെ 3ാമത്തെ രാഷ്ട്രപതിയും ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതിയുമായ ഡോക്ടർ സക്കീർ ഹുസൈൻ 72ാമത്തെ വയസ്സിൽ ഹൃദയാഘാതം മൂലം മരിക്കുമ്പോൾ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതിയുമായി ഡോക്ടർ സക്കീർ ഹുസൈൻ. കേരളത്തിൻ്റെ 2ാമത്തെ ഗവർണർ. ജോബ്സ് ഫോർ മില്യൺസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഓൾ ഇന്ത്യ റെയിൽവേ മെൻസ് ഫെഡറേഷൻ്റെ പിന്നണിയിൽ പ്രവർത്തനം. തൊഴിലാളികൾക്ക് വേണ്ടി എന്നും നിലകൊണ്ട വി ഗിരി. ഇന്ത്യയുടെ 4ാമത്തെ പ്രസിഡന്റ്. 1969 മുതൽ 74 വരെ വി ഗിരി ഇന്ത്യയെ നയിച്ചു. ഇന്ത്യയുടെ 5ാമത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ. 1974 മുതൽ 77 വരെ ഇന്ത്യയെ നയിച്ച അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കറുത്ത ദിനങ്ങളായി അറിയപ്പെട്ടു. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി. ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്ത് ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി. ഇന്ത്യയുടെ 6ാമത്തെ രാഷ്ട്രപതി. 1977 മുതൽ 82 വരെയുള്ള അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം. സിഖ് വംശത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി. ഇന്ത്യയുടെ 7ാമത്തെ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ്. 1984 ജൂൺ മാസത്തിൽ സുവർണക്ഷേത്രത്തിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അതേ തുടർന്ന് 1984 ഒക്ടോബർ 31-ാം തീയതി ഇന്ദിരാഗാന്ധി വധത്തിനും സാക്ഷിയായ ഇന്ത്യൻ രാഷ്ട്രപതി. 1982 മുതൽ 87 വരെ തുടർന്ന് അദ്ദേഹം പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച രാഷ്ട്രപതി എന്നും അറിയപ്പെടുന്നു. 4 വ്യത്യസ്ത പ്രധാനമന്ത്രിമാർക്കൊപ്പം സേവനമനുഷ്ഠിച്ച ഇന്ത്യൻ രാഷ്ട്രപതി. 1982 മുതൽ 84 വരെ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ തലവനാക്കി ഇന്ത്യയുടെ മിസൈൽ പദ്ധതിക്ക് തുടക്കമിട്ടയാൾ. ഇന്ത്യയുടെ 8ാമത്തെ പ്രസിഡന്റായി മാറിയ രാമസ്വാമി വെങ്കിട്ടരാമൻ. ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയെ R വെങ്കിട്ടരാമൻ തമിഴ്നാടിൻ്റെ വ്യവസായ ശില്പി എന്നും അറിയപ്പെടുന്നു. 1987 മുതൽ 92 വരെ ഇന്ത്യയുടെ രാഷ്ട്രീയ അസ്ഥിരതയുടെ ഒരു കാലഘട്ടത്തിൽ ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് രാഷ്ട്രത്തിന് അദ്ദേഹം സ്ഥിരത നൽകി. ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ കാടിൻ്റെ നിഗൂഢതകളും ഖജുറാവോയുടെ ശില്പരഹസ്യങ്ങളും നർമ്മദയുടെ പുണ്യതീരങ്ങളും ഒരുപോലെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന മധ്യപ്രദേശിൻ്റെ മണ്ണിൽ നിന്ന് വന്ന രാഷ്ട്രപതി. ഇന്ത്യയുടെ 9ാമത്തെ പ്രസിഡന്റായി മാറിയ ശങ്കർ ദയാൽ ശർമ്മ. ദ കോൺഗ്രസ് അപ്രോച്ച് ടു ഇന്റർനാഷണൽ അഫയേഴ്സ്, റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ് എന്നീ പുസ്തകങ്ങൾ എഴുതിയ അദ്ദേഹം 1992 മുതൽ 97 വരെ ഇന്ത്യൻ രാഷ്ട്രപതിയായി തുടർന്നു. രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ മലയാളി. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി. കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ നിന്നും അറിവിൻ്റെ വെളിച്ചം മാത്രം കൈമുതലാക്കി വളർന്നു വന്ന പ്രതിഭ. ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതിയായ KR നാരായണൻ. 1997 മുതൽ 2002 വരെ സേവനം. ലാളിത്യവും കഠിനാധ്വാനവും ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയും കൊണ്ട് അദ്ദേഹം നമ്മൾ മലയാളികളുടെ അഭിമാനമായി ഇന്നും തുടരുന്നു. പ്രപഞ്ച രഹസ്യങ്ങൾ തേടുന്ന പ്രതിഭയിൽ നിന്നും ഇന്ത്യയുടെ രാഷ്ട്രപതി പദത്തിലേക്ക്. സ്വപ്നം കാണാൻ ധൈര്യപ്പെടുന്ന ഏതൊരാൾക്കും അസാധ്യമായ ഒന്നുമില്ല എന്നതിൻ്റെ ഉജ്ജ്വലമായ സാക്ഷ്യം ഡോക്ടർ APJ അബ്ദുൽ കലാം. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായി സേവനം. രാഷ്ട്രപതി ഭവൻ സാധാരണ ജനങ്ങൾക്കും കുട്ടികൾക്കുമായി അദ്ദേഹം തുറന്നുകൊടുത്തു. അധികാരത്തിൻ്റെ ഇടനാഴികളെ ജനങ്ങളുമായി അടുപ്പിക്കുകയും വിദ്യാർത്ഥികളുമായും യുവജനങ്ങളുമായി നിരന്തരം സംവദിക്കുകയും ചെയ്തതിലൂടെ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന് ലോകം അദ്ദേഹത്തെ വിളിച്ചു. ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ 12ാമത് രാഷ്ട്രപതിയായി 2007 മുതൽ 2012 വരെ
ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു പ്രതിഭ പാട്ടീലിൻ്റെ രംഗപ്രവേശം. വനിതാ ശാക്തീകരണത്തിൻ്റെയും തുല്യതയുടെയും സന്ദേശം നൽകിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് പുതിയൊരു ദിശാബോധം നൽകിയ കാലഘട്ടം. ഇന്ത്യയുടെ ധനകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രി, ഒടുവിൽ രാഷ്ട്രപതി പദത്തിലേക്കും പ്രണവ് കുമാർ മുഖർജി, ഇന്ത്യയുടെ 13ാമത് രാഷ്ട്രപതി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തൻ്റെ സമചിത്തതയും വിവേകപൂർണവുമായ സമീപനങ്ങളും കൊണ്ട് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിൽ അഗ്രഗണ്യൻ. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നയരൂപീകരണത്തിലെ അനിശ്ചിത ശക്തിയായിരുന്നതിന് ശേഷമാണ് 2012 മുതൽ 17 വരെ രാഷ്ട്രപതിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. സുപ്രീം കോടതി അഭിഭാഷകൻ, രാജ്യസഭാ അംഗം, ബീഹാർ ഗവർണർ, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള 2ാമത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതി. നിയമത്തിലുള്ള അഗാധമായ അറിവ് 2017 മുതൽ 22 വരെ രാഷ്ട്രപതി പദത്തിലിരുന്ന അദ്ദേഹത്തിന് കരുത്തായി. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി, ഈ പദവിയിലെത്തുന്ന ആദ്യ ട്രൈബൽ വനിത ദ്രൗപദി മുർമു, ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതി. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രത്യാശ നൽകുന്ന അധ്യായമാണ് ദ്രൗപദി മുർമു. 2022 മുതൽ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിക്കുന്ന മുർമു ഇന്ത്യയിലെ ഓരോ പൗരനും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, വലിയ സ്വപ്നങ്ങൾ കാണാനും ലക്ഷ്യങ്ങൾ കീഴടക്കാനും ശക്തമായ പ്രചോദനമായി ജ്വലിച്ചു നിൽക്കുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ 75 വർഷത്തെ മഹത്തായ പ്രയാണത്തിൽ രാഷ്ട്രപതി ഭവൻ്റെ പവിത്രമായ ഇടനാഴികളിലൂടെ കടന്നുപോയ രാഷ്ട്രപതിമാരെല്ലാം കേവലം രാഷ്ട്രതലവന്മാർ എന്നതിലുപരി ഇന്ത്യ എന്ന ആശയത്തിൻ്റെയും നാനാത്വത്തിൽ ഏകത്വമെന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെയും ദീപസ്തംഭങ്ങളായി ഇന്നും നിലകൊള്ളുന്നു.